ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്കിന്ന് പുതിയൊരു വീഡിയോ എടുക്കാവേ. ഫയൽ റീഡിംഗ് അല്ല, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ലൈഫിലെ നിയർ ഫ്യൂച്ചർ, അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ ആണ് നോക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്താണ് കേട്ടോ, നിയർ ഫ്യൂച്ചർ. അതിനുള്ള കാർഡുകൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എയ്റ്റ് ഓഫ് വാൻഡ്, ടു ഓഫ് സോർഡ്സ്, സെവൻ ഓഫ് വാൻഡ്, ഫൂള്, ടെൻ ഓഫ് വാൻഡ്, എലഫന്റ്, ഹൈ പ്രീസ്റ്റസ്, ഏസ് കപ്പ്, ഫോർ ഓഫ് വാൻഡ്, വീല്, ഏസ് ഓഫ് എർത്ത്, ടെൻ ഓഫ് എർത്ത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. എല്ലാവർക്കും റെസനേറ്റ് ആവുന്നില്ല, റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോട്ട് റീഡിങ്ങിന്, പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫയല് സെലക്ട് ചെയ്തത് കേട്ടോ, ഫയൽ. അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ഫ്യൂച്ചറാണ് ഞാൻ പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷനാണ് അല്ലെ. പലർക്കും കൺഫ്യൂഷൻ കാണുന്നുണ്ട് ഇവിടെ. എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നതെന്ന് അറിയില്ല നിങ്ങൾക്ക്. അതായത് നിങ്ങൾ ഒരു പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ടെൻ ഓഫ് വാൻഡ്, ഒത്തിരി നിങ്ങൾക്ക് പ്രശ്നങ്ങളാണ് ലൈഫിൽ. ഒരുപാട് പ്രോബ്ലംസ്. വീട്ടിലാണ് വീട്ടിലെ ചുമതലകൾ നിങ്ങളുടെ തലയിലായിരിക്കാം. നിങ്ങൾ ഒരുപാട് ചുമതലകൾ, വീട്ടിലെ ഒരുപാട് പേരുടെ, ഒരുപാട് ആളുകളുടെ ചുമതലകൾ. ഒരുപക്ഷെ നിങ്ങൾ അച്ഛനാവാം, അമ്മയാവാം. ഒരുപാട് എന്താ പറയുക, വീട്ടിലെ പ്രാരബ്ധങ്ങളൊക്കെ നിങ്ങളുടെ തലയിലാവാം. കുട്ടികൾ ചിലപ്പോൾ 2-3 കുട്ടികൾ ഉണ്ടാവാം, ചിലപ്പോൾ 3 പെൺകുട്ടികളാവാം. അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കണം, വിദ്യാഭ്യാസം, അങ്ങനെയെല്ലാം അല്ലെ. ഒരുപാട് നിങ്ങൾ അതൊക്കെ ഓർക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഒരുപക്ഷെ ഒരു വീട് വെക്കണമായിരിക്കാം, അല്ലെ വീട് വെച്ചതിന്റെ കടമുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളൊരു മൂത്ത ബ്രദർ ആയിരിക്കാം അല്ലെ, നിങ്ങൾക്ക് സിസ്റ്ററിന്റെ മാരേജ് നടത്തണമായിരിക്കാം. ഒരുപക്ഷെ അച്ഛനില്ലായിരിക്കാം, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു വ്യക്തിയാവാം. അല്ലെങ്കിൽ മൂത്ത ഒരു സഹോദരി ആയിരിക്കാം. ഒരുപക്ഷെ അച്ഛനില്ലാത്ത കുടുംബത്തെ ആവാം. അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാത്ത ഒരമ്മയാവാം. ഭർത്താവ് മരിച്ചുപോയത്, ഉപേക്ഷിച്ച ഒരമ്മയോ അങ്ങനെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആവട്ടെ. ആരായാലും നിങ്ങളെ എന്ന വ്യക്തിക്ക് ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം. ഒരുപാട് ബർഡനാണ്, ഒരുപാട് ഭാരം, വീട്ടിലെ ആ ഒരു കുടുംബ ഭാരം നിങ്ങളുടെ ചുമലിലേറ്റ് നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് യാതൊരു ഐഡിയ ഇല്ല അല്ലെ. അതിന് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ആ ഒരു കാര്യത്തില്. എന്തായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാണ്. എവിടെ ചെന്നെത്തൂല, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല അല്ലെ. ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികം കുറഞ്ഞ വ്യക്തികളായിരിക്കും, തീരെ സാമ്പത്തികം ഇല്ലാത്ത വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒരുപാട് പേര് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു ഒറ്റപ്പെട്ട് ആരും സഹായിക്കാനില്ലാത്തൊരു വ്യക്തികളോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഒക്കെ ഒരു മുന്നിലൊരു ചിലപ്പോൾ ഒരുപാട് അപമാനങ്ങളോ നിങ്ങളെ അകറ്റി നിർത്തുന്നതായിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അല്ലെ. അപ്പോ ആ ഒരു രീതിയിലുള്ള വ്യക്തികളാവാം മറ്റുള്ളവര്. അപ്പൊ നിങ്ങൾക്കൊരു ബൗണ്ടറി വെച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ പോകുന്ന ഒരു സിറ്റുവേഷനുള്ളവരായിരിക്കും നിങ്ങൾ അല്ലെ, പല കാര്യങ്ങളിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല. ഇനി എങ്ങോട്ടാണ് പോകുന്നത്, എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇവിടെ
നിങ്ങൾ നല്ലവണ്ണം എനിക്കിവിടെ ഹൈപ്രീസ്റ്റസ് എനർജി കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് പ്രോബ്ലത്തിലൂടെയൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് നല്ലവണ്ണം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, അല്ലെ? നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ ദൈവത്തിന് കൊടുക്കുക, യൂണിവേഴ്സിന് കൊടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും നല്ലവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം, മെഡിറ്റേഷൻ ചെയ്യണം, മാനിഫെസ്റ്റേഷൻ. നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വേണ്ടത്? ഇനിയിപ്പോ നിങ്ങൾക്കൊരു വീട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണം, സാമ്പത്തികം വേണം, മക്കളുടെ മാരേജ് നടക്കണം, മക്കളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് ജോലി, അല്ലെങ്കിൽ മക്കൾക്ക് വിദേശത്ത് ജോലി, അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാനുണ്ട്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെന്താ ചെയ്യേണ്ടത്? നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാവണം. നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ എല്ലാ യൂണിവേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന് സമർപ്പിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാതിരിക്കും. നല്ല രീതിയിൽ പ്രാർത്ഥിക്കും, അല്ലെ? അമ്പലത്തിലായാലും പള്ളിയിലായാലും എവിടെ വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്, അല്ലെ? ഇതൊക്കെ ഈ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, ഇതിൽ നിന്ന് കര കയറിയാൽ മതി എന്നായിരിക്കും എല്ലാവരുടെ ആഗ്രഹം, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നല്ല ഫ്യൂച്ചർ തന്നെയാണ് വരാനിരിക്കുന്നത്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലൂടെ വേണമെങ്കിൽ പൊയ്ക്കോട്ടെ, നിങ്ങൾ അതിൽ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ചിന്തിക്കണം, ഈ ഒരു സിറ്റുവേഷൻ മാറി എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനോട് പറയണം, എങ്കിലേ ഉള്ളൂ. അല്ലാതെ എനിക്ക് എന്നും ഈ ഒരു അവസ്ഥയാണ്, എന്ന് തീരും എനിക്ക് എൻ്റെ ഈ ഒരു അവസ്ഥ, ഞാനൊരു ശപിക്കപ്പെട്ട ജന്മമാണ്, എനിക്ക് മുന്നോട്ട് ഒരു ഇതില്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണ് എൻ്റെ ലൈഫിൽ വരുന്നത്, ജന്മത്തിന് എനിക്കൊരു രക്ഷയുണ്ടെന്ന് തോന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ശാപവാക്കുകൾ നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല, അല്ലെ? നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് വരും. പ്രോബ്ലംസ് വരുന്നത് നമ്മളെ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആക്കാനാണ്, അല്ലെ? എപ്പോഴും നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ പോവില്ല. പ്രോബ്ലംസ് തീർച്ചയായിട്ടും വരും. ആ പ്രോബ്ലംസിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്, അല്ലെ? ഏത് പ്രോബ്ലം വന്നാലും അതിനെയൊക്കെ പരിഹരിക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ദൈവം നമുക്ക് തരും. അപ്പം പ്രോബ്ലം തരുമ്പോൾ അതിനുള്ള പരിഹാരവും ദൈവം തരും, അല്ലെ? പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരവുമുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. അപ്പൊ ഏതൊരു പ്രശ്നത്തിനും പരിഹാരങ്ങളുണ്ട്. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ, എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ നാളെ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. നിങ്ങളുടെ ലൈഫിലും സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, സണ്ണ്. ഇപ്പൊ നിങ്ങളുടെ ലൈഫ് മോശമായൊരവസ്ഥയിലൂടെ പോകുന്നെങ്കിൽ ആ ഒരു അവസ്ഥ സ്റ്റോപ്പ് ആകും. ഫുൾ എനർജി കണ്ടോ, നിങ്ങളിപ്പോ പോകുന്ന ആ ഒരു വഴി നിൽക്കും, അവിടെ സ്റ്റോപ്പ് ആകും. നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പോകും, നിങ്ങളുടെ ലൈഫ് പുതിയൊരു വഴിയിലേക്ക് പോകും. അപ്പൊ ഈ ഒരു എന്നും എല്ലാ സമയവും ഒരുപോലെ ഇരിക്കില്ല. ഈ വീല് കറങ്ങി ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങിക്കൊണ്ടേയിരിക്കും, അല്ലെ? അപ്പൊ ആ കറങ്ങി വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ലക്ക്, ഭാഗ്യം വരുന്നുണ്ട്, അല്ലെ? നിങ്ങളുടെ ലൈഫ് ചേഞ്ചായി നിങ്ങളൊരു ലക്ക്, നല്ല ഭാഗ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. നിങ്ങളുടെ ലൈഫിലേക്ക് മിറക്കിൾ സംഭവിക്കും. നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പ്രോഗ്രസ് ഉണ്ടാകും. സൺ, നിങ്ങളുടെ ലൈഫിൽ സൂര്യൻ ഉദിക്കും. ഇവിടെ സണ്ണ് വന്നിട്ടുണ്ട്, വെയില് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് എർത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും, അല്ലെ? നിങ്ങളുടെ ആഗ്രഹിക്കുന്നതെല്ലാം വരും. നിങ്ങൾക്ക് വീട് വെക്കാൻ കഴിയും, നിങ്ങൾക്ക് മക്കളുടെ വിവാഹം നടത്താൻ കഴിയും, മക്കളെ പഠിപ്പിച്ച് വിദേശത്ത് അയക്കാൻ പറ്റും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും, ഇവിടെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ, ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലി, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയും, ഉറപ്പായിട്ടും കഴിയും. അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ ഓരോ പടിപടിയായിട്ടാണ്, എല്ലാം കൂടി നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. പടിപടിയായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാൻ മേലാത്തൊരു മെഡിറ്റേഷൻ ഒക്കെ പഠിച്ച് മെഡിറ്റേഷൻ ചെയ്യുക. അതിനൊന്നും ടൈം ഇല്ലാത്തവര് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, വേണ്ട കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്താണോ നമ്മുടെ ലൈഫിലേക്ക് വേണ്ടത്. ഇപ്പൊ നമുക്കൊരു വീട് വേണം, ആ വീട് നമ്മൾക്ക് ലഭിച്ചതായിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ച് നന്ദി പറയണം. എനിക്ക് നല്ലൊരു വീട് തന്നതിനായി നന്ദി എന്ന് പറയുക. അതോടൊപ്പം നമുക്ക് ആ വീട്, നമ്മളുടെ ആ ഒരു സങ്കല്പത്തിലെ വീടിനെ നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്നതായിട്ടും അതിന്റെ ഓരോ മുറികള്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ എപ്പോഴും ചിന്തിച്ച് ഇരിക്കാം. അവസാനം നമ്മൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സ് നമുക്ക് ഒരുക്കി തരും, അല്ലെ? ആ വീട് നിർമ്മിക്കാൻ വേണ്ട പണവും അതൊക്കെ ഓരോരോ സാഹചര്യങ്ങളിലൂടെ നമ്മളുടെ അടുത്തേക്ക് യൂണിവേഴ്സ് എത്തിക്കും. ആ വീട് റിയലായി മാറും, അല്ലെ? അങ്ങനെ അതുപോലെ മക്കളുടെ കല്യാണം, അങ്ങനെയുള്ള ഓരോരോ കാര്യം, നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ഓരോ കാര്യങ്ങളും
അങ്ങനെ പടിപടിയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഉറപ്പായിട്ട് വരും അല്ലെ. ഇതില് ചില വ്യക്തികൾ, എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, എല്ലാവർക്കും റെസനേറ്റ് ആവുന്ന ചില വ്യക്തികൾ വളരെ നല്ല ഉന്നതിയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 10 ഓഫ് എർത്ത് എന്നൊരു വലിയ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഒരു പ്രോസ്പിരിറ്റി, വലിയ ഒരു പ്രോസ്പിരിറ്റി, അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കാണുന്നുണ്ട് ഒരുപാട് പേർക്ക്. ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികളെ. ഏസ് ഓഫ് കപ്പ് ഒരുപാട് നിങ്ങളുടെ ലൈഫിലേക്ക് കോരിച്ചൊരിയുന്നതായിട്ട് കാണുന്നുണ്ട് ദൈവം. സൺ വന്നിരിക്കുന്നു ഇവിടെ. 10 ഓഫ് പെന്റക്കിൾസ്, 10 ഓഫ് പെന്റക്കിൾസ് എന്നൊരു എനർജി ഉണ്ട്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന എനർജി ഉണ്ട്. അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചിലരുടെ ലൈഫിലേക്ക് ഭാഗ്യം, അതായത് നിങ്ങളുടെ ആ ഒരു ശുക്രൻ ഉദിക്കുക എന്നൊക്കെ പറയുന്ന സമയല്ലേ, ആ ഒരു സമയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ചിലരുടെ ടൈം. അതായത് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അബണ്ടൻസ്, ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് പണം വരാനുള്ള ഒരുപാട് റിസോഴ്സസ്, ഒരുപാട് വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കുകയാണ്. ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവാണ്. നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ അതാണ് പറയുന്നത്. ഇപ്പം ഈ അബണ്ടൻസ് അല്ലെങ്കിൽ ഭയങ്കര ലക്ക് ഒക്കെ ആയിട്ടുള്ളത് ഇപ്പൊ എല്ലാവർക്കും പ്രശ്നമായിട്ടല്ല, പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളുണ്ട്, അങ്ങനെയുള്ള വ്യക്തികളും വരുന്നുണ്ട്. ഒരുപക്ഷെ ലോട്ടറി, വലിയ എമൗണ്ടുകളൊക്കെ ലോട്ടറി അടിക്കാം അല്ലെ, ഒരു ലോട്ടറി അടിച്ച് കിട്ടാം, അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ ലാഭം കിട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം ലഭിക്കുക, കുടുംബ സ്വത്ത്, പൂർവിക സ്വത്ത് ലഭിക്കാം, അല്ലെങ്കിൽ വസ്തു വിറ്റിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തു വിൽക്കാൻ ഉണ്ടായിരിക്കാം, അത് വിറ്റ് നിങ്ങൾക്ക് വലിയ എമൗണ്ടുകൾ കിട്ടാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക്, വസ്തുവൊക്കെ വിൽക്കാൻ കിടക്കുന്നവർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ സമയം ഭാഗ്യമായ ഒരു അവസ്ഥയിലേക്ക്, ഭാഗ്യ സമയത്തിലേക്ക് വരുമ്പോൾ അത് വിൽക്കാൻ പറ്റും. കോടികളായിരിക്കും നിങ്ങളുടെ കയ്യിൽ വരുന്നത് അല്ലെ. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിങ്ങൾ ഒരു അബണ്ടന്റ് എനർജിയിലേക്ക് വരിക. നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നവരുണ്ട്. അപ്പൊ വസ്തു വിൽക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അപ്പോഴേക്ക് നിങ്ങൾക്ക് എന്താ പറയുക, നല്ല വീട് വെക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്, നല്ല മക്കളെ കെട്ടിക്കാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്, കടങ്ങൾ വീട്ടാനായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കാത്തിരിക്കുന്നവരുണ്ട്. ആ വസ്തു ഒന്ന് വിറ്റിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്നതിനെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്, എന്ന് വിൽക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ വീൽ ഓഫ് ഫോർച്യൂൺ, അതായത് നിങ്ങളുടെ സമയം നല്ല ആ ഒരു സമയത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നടക്കും അല്ലെ. നിങ്ങളുടെ കയ്യിലേക്ക് ഒരുപാട് പണം വന്നു ചേരണമെങ്കിൽ അതിനൊരു സമയമുണ്ട് അല്ലെ. ആ ഒരു സമയത്ത് മാത്രമേ നിങ്ങളുടെ കയ്യിലേക്ക് വരൂ. അപ്പൊ ആ ഒരു സമയം, അതായത് ആ ഭാഗ്യം നിങ്ങളെ തേടി വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ പണം വരേണ്ടതായിട്ടുള്ള എല്ലാ വഴികളും തുറക്കും. അപ്പൊ നാനാ വഴികളിലൂടെയായിരിക്കും വരിക. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റികളൊക്കെ നിങ്ങൾക്ക് വരും. അപ്പൊ അതേ രീതിയിലൊക്കെ എല്ലാം വരുന്നതായിട്ട് നിങ്ങൾക്ക് ലക്ക്, പ്രോഗ്രസ്, അതായത് ലൈഫിലെ ചേഞ്ചസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. പല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്, മാരേജ് സെലിബ്രേഷൻ ആവാം, നിങ്ങൾ ഭൂരിപക്ഷം നിങ്ങളുടെ മാരേജ് ആവുന്നതായിരിക്കും, നിങ്ങളുടെ വീട് വെച്ചതിന്റെ സെലിബ്രേഷൻ ആവാം, കുട്ടി ഉണ്ടായതിന്റെ സെലിബ്രേഷൻ ആവാം, അങ്ങനെ നല്ല അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലി ലഭിച്ചതിന്റെ സെലിബ്രേഷൻ ആവാം. അങ്ങനെ ഒരുപാട് സെലിബ്രേഷൻസ് കാണുന്നുണ്ട് നിങ്ങളുടെ പലരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ആരും ഇപ്പോഴത്തെ എന്തോ സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ പിന്നെ വന്നിരിക്കുന്ന കാർഡുകളെല്ലാം ഭയങ്കര എന്താ പറയാ, സന്തോഷത്തിൻ്റെതായ കാർഡുകൾ, ഭയങ്കര പ്രോഗ്രസ് ആണ്, ഭയങ്കര ഉന്നതിയാണ്. ഭയങ്കര ഉന്നതി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ വിദേശത്ത് പോയി പഠിച്ച്, വിദേശത്ത് പോയി ജോലി ലഭിച്ചിട്ട് വലിയൊരു അബണ്ടന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരാം അല്ലെ. നല്ല രീതിയിൽ അഞ്ചത് ഒരു പക്ഷെ നിങ്ങൾക്കും മക്കളോടൊപ്പം വിദേശത്ത് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വിദേശത്ത് പോയി താമസിക്കാനൊക്കെയുള്ള സന്തോഷകരമായി താമസിക്കാനുള്ള ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. നിങ്ങളിപ്പോ ഈ പെണ്ണുങ്ങൾ നാട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ട് കുട്ടികളെ വളർത്തി പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾ അവരെ വിദേശത്തേക്ക് വിട്ട് അവർക്ക് അവിടെ ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്കും പോവാം അവരുടെ കൂടെ വിദേശത്ത് പോയിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ വലിയ വീടൊക്കെ വെച്ച് നല്ല സെറ്റപ്പിൽ ജീവിക്കാനുള്ള അവസരം ഒരുപാട് പേർക്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ എന്റെ ഒരു ബുദ്ധിമുട്ടിലൂടെ പോയെന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ യൂണിവേഴ്സിനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മെഡിറ്റേഷനും പ്രാർത്ഥനയിലൂടെയൊക്കെ നിങ്ങൾ നേടിയെടുക്കണം.
അപ്പൊ മെഡിറ്റേഷനിലൂടെയും പ്രാർത്ഥനയിലൂടെയും നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല കേട്ടോ. ഏതൊരു വിഷമവും അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, നമുക്ക് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ പറ്റും. പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കാത്തതായിട്ടൊന്നുമില്ല. അതുപോലെ മെഡിറ്റേഷനിലൂടെ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോ എല്ലാം നമുക്ക് ദൈവം കപ്പ് നിറഞ്ഞൊഴുകുന്ന രീതിയിൽ ഓവർഫ്ലോ ആയിട്ടാണ് തരാൻ റെഡി ആയിട്ടിരിക്കുന്നത്. ദൈവം നമുക്ക് എല്ലാം തരാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു വാങ്ങണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു വാങ്ങണം, എങ്കിലേ ഉള്ളൂ നമ്മൾക്ക് കിട്ടിയതിനൊക്കെ നമ്മൾ നന്ദി പറയും വേണം. ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഏത് ചെറിയ കാര്യമാണെങ്കിലും നമ്മുടെ ലൈഫിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നന്ദി പറയുക കേട്ടോ. പിന്നെ നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന എന്താ പറയുക, ഇതുപോലെയുള്ള പ്രോബ്ലംസുകള് നമ്മൾ അത് ദൈവമായിട്ട് തന്നെ ഒരുക്കിയിട്ടുള്ളതാണെന്ന് വിചാരിച്ചാൽ മതി. അതായത് നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനുള്ള സൊല്യൂഷനും ദൈവം തന്നെ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത് മറ്റു നല്ലൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാന്ന് കരുതിയാൽ മതി. ആ പ്രോബ്ലം ഒരു നല്ലൊരു സന്തോഷത്തിലേക്കാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം വന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ കടന്നു പോകണം നമ്മുടെ ലൈഫിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ലഭിക്കാനായിരിക്കും ഒരു പക്ഷെ. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒന്നും നമ്മൾ വിഷമിക്കേണ്ടതില്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിനെ ശപിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനെയും സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്ന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിനെന്ന് മാത്രം കരുതുക കേട്ടോ. എല്ലാം നല്ലതിനെല്ലാം ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ മതി. ദൈവം അറിഞ്ഞുകൊണ്ടാണ് എല്ലാം തരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാം ദൈവം തന്നെ പരിഹരിച്ചോളൂ. അപ്പൊ നമ്മള് സന്തോഷമായിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാം നല്ല പോസിറ്റീവ് കാർഡ്സ് ആണ്. അപ്പൊ ഏത് സിറ്റുവേഷനോട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷനെങ്കിലും നിങ്ങൾ അത് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സമയമുണ്ട്, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. നിങ്ങളുടെ നെക്സ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ്. പടിപടിയായിട്ട് ഇപ്പൊ എല്ലാവരും വലിയൊരു ലെവലിലേക്ക് വരില്ല. എല്ലാവരും പെട്ടെന്ന് എന്തായാലും വലിയൊരു ലെവലിലേക്ക് വരില്ല. പക്ഷെ പടിപടിയായിട്ട് ഉയർന്ന് നിങ്ങൾ നല്ലൊരു ലെവലിലെത്തും. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത ഫ്യൂച്ചർ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അത് ചേഞ്ചായി നല്ലൊരു അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ അടുത്ത നിയർ ഫ്യൂച്ചർ വരാൻ പോകുന്നത്. അതായത് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. സണ്ണാണ്. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അത് മൊത്തത്തോടെ മാറിയിട്ട് പുതിയൊരു തുടക്കമാണ് കാണിക്കുന്നത് കേട്ടോ. അതിപ്പം റിലേഷൻഷിപ്പ് ആയാലും, നിങ്ങളിപ്പോ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബർഡൻസ് അനുഭവിക്കുന്നുണ്ടായിരിക്കാം, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. കൂടുതൽ പേരുടെയും റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡിന് എന്താ പറയാ അന്യ സ്ത്രീകളുമായിട്ടുള്ള പരസ്ത്രീ ബന്ധമാണ് അല്ലെ, മറ്റു റിലേഷൻഷിപ്പാണ്. എന്നിട്ടും അതെല്ലാം സഹിച്ച്, കുട്ടികളെ ഓർത്തിട്ട് എല്ലാം സഹിച്ച് അയാളുടെ ഇടി എല്ലാം കൊണ്ട് കഴിയുന്ന വ്യക്തികളാണ് കൂടുതലും ഉള്ളത്. അപ്പൊ ഇതിൽ നിന്നും മോചനം നേടാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫ്രീഡമാണ്. നിങ്ങളിപ്പോ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഫ്രീഡം ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് സൺ വരുവാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിടുതൽ വേണമെങ്കിൽ, ഈ അവസ്ഥയിൽ നിന്ന് അവസാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇതിൽ നിന്നൊരു മോചനം ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു മോചനമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു സൺ ഉദിക്കും. അതായത് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ ഡിവോഴ്സായി ബന്ധം വേർപെടുത്തി നിങ്ങൾക്ക് മറ്റൊരു മാരേജ് തീർച്ചയായിട്ടും ഉണ്ട്. സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ട്, സന്തോഷം നിറഞ്ഞ ഒരു ഫാമിലി ലൈഫ് ഉണ്ട്. അത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടിയാൽ മാത്രമേ മറ്റത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രം. ഇതിൽ തന്നെ കടിച്ചു തൂങ്ങി എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ അടിയാണല്ലോ ഇടിയായാലും എല്ലാം സഹിച്ച്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു കുട്ടി ഉണ്ടായി പോയില്ല, അല്ലെ കുട്ടികൾ ഉണ്ടല്ലോ, എല്ലാം സഹിച്ച് ഇവിടെ കിടന്നേക്കാന്ന് വിചാരിച്ച് നിങ്ങൾ അവിടെ തന്നെ കിടന്നാൽ നിങ്ങളുടെ ലൈഫ് ജീവിതകാലം വിട്ട് അങ്ങനെയുള്ളൂ. നിങ്ങളുടെ ലൈഫ് അതിൽ നിന്നും നല്ലൊരു ലൈഫിലേക്ക് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹസ്ബൻഡിനെ നല്ല രീതിയിൽ നല്ല വഴിക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളുടെ അതിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോചനമുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചെങ്കിലും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ ഒന്നും ലഭിക്കില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ പോയിട്ടൊരു കാര്യമില്ല. നിങ്ങളുടെ ലൈഫാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സേഫ് ആക്കേണ്ടത് പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്, മറ്റൊരാൾക്കും അതില്ല. ആരും സന്തോഷത്തോടെ നിങ്ങളുടെ ലൈഫ് സന്തോഷമായിട്ടിരിക്കുന്നത് കാണുന്നതിനേക്കാൾ നിങ്ങളുടെ ആ ഒരു അവസ്ഥ കാണാനാണ് ആൾക്കാർ ആഗ്രഹിക്കുക.
അപ്പോൾ ആ ഒരു അവസ്ഥയിൽ സഹിച്ച് ക്ഷമിച്ചും കിടക്കുമ്പോൾ ആളുകളൊന്നും പറയില്ല. പക്ഷെ അതിൽ നിന്നും നിങ്ങൾ അത് ഉപേക്ഷിച്ച് നിങ്ങൾ പോകുമ്പോഴായിരിക്കും നിങ്ങളെ കുറ്റം പറയാം. പക്ഷെ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ ലൈഫ് സേഫ് ആക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് മറ്റൊരാളുടേതല്ല. ഈ ലോകത്തിൽ ഒരു ചെറിയ ജീവിതം മാത്രമേ ഉള്ളൂ. അത് മറ്റൊരു വ്യക്തിയുടെ ചവിട്ടും തൊഴിയേറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മറ്റുള്ളവർ എന്ത് പറയുന്നു വിചാരിച്ചിട്ട് എന്തും സഹിച്ച് ജീവിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ മോചനം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മോചനം ലഭിക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കും. പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഉത്തരമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഏതൊരു ബർഡൻ, ഏത് ടൈപ്പിലുള്ള പ്രോബ്ലത്തിലാണ് നിങ്ങൾ, ഏതൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നിരിക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ട്. നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ, അടുത്ത ഫ്യൂച്ചർ നിങ്ങളുടെ വളരെ സന്തോഷകരമായ ഒരു ഫ്യൂച്ചറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് അത് എത്തും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ആർക്കൊക്കെ റെസനേറ്റ് ആയെന്ന് എനിക്കറിയില്ല. റെസനേറ്റ് ആയത് മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കണ്ടുവരെ ബൈ.